സിനിമകൾ ഇപ്പൊ ഒരുപാട് വയലൻസ് ന്യൂസ് 2025 തുടങ്ങിയതിന് ശേഷം ഒരുപാട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ന്യൂസസ് ഒക്കെയാണ് കാണുന്നതും കേൾക്കുന്നതും. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ഇപ്പോഴത്തെ സിനിമകളിലെ വയലൻസ് കണ്ടിട്ടാണെന്നൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനിമ ആളുകളെ ആ ഒരു രീതിയിലും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും വേറെ ആൾക്കാരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് അരീക്ഷയായിട്ട് എടുക്കുന്ന മാതിരി ആയിരിക്കില്ല ചിലപ്പോൾ വൈദ്യം എടുക്കുക. അപ്പം അവിടെ ശ്രദ്ധ ചെലുത്തേണ്ട ആൾ ഞാനാണ്. ഞാൻ എല്ലാത്തിനും കുറിച്ചും ബോധവാനായിരിക്കണം. അപ്പോൾ കുറച്ചും കൂടി വലിയൊരു കമ്മിറ്റ്മെൻറ്റ് സിനിമ ചെയ്യുന്ന ആൾക്കാർക്കുണ്ട്. അത് കുറേ ആൾക്കാരിലേക്ക് എത്തുന്നു. കുറേ ആൾക്കാർ ഇത് ചിലപ്പം ഏത് രീതിയിൽ എടുക്കുന്നതെന്ന് നമുക്കറിയില്ല. അത് വെച്ചിട്ട് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ട് ചെയ്യണം എന്നുള്ള രീതിയിലല്ല സംസാരിക്കുന്നത്. ചെയ്യുന്ന സമയത്തൊരു ശ്രദ്ധ ഉണ്ടാവുന്നത് നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചേട്ടൻ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് ചേട്ടൻ തന്നെ നമ്മുടെ സിനിമയുടെ പോസ്റ്റ് തന്നെ ഷെയർ ചെയ്തിട്ടുകൊണ്ടാണ് ഇട്ടത്. ഒരു കുടുംബത്തിലെ ഒരുപാട് പേരെ ആ കുടുംബാംഗം തന്നെ കൊല്ലുന്ന സമയത്ത് നമ്മുടെ സിനിമ അങ്ങനെ പിന്നെ സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടൊക്കെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ഇതിൽ? അതായത് നമ്മൾ ഈ അടുത്ത കാലത്ത് ഈ സിനിമയെ പറ്റി ഒരു ചർച്ച വെറുതെ ഉണ്ടായി വന്നതല്ല. അത് ഒരു കാലഘട്ടങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഓരോ ചർച്ചകളും. ആ ചർച്ചയുടെ ഫലമായിട്ട് തന്നെയാണ് അത്തരം സിനിമകൾ ചെയ്തു പോയ ഒരു നിർമ്മാതാവ് വരെ ഇനി അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയാൻ കാരണം. അത് നമ്മൾ വലിയ രീതിയിൽ അതിനെ കണക്കിലെടുക്കണം. കാരണം നമ്മൾക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട് ഒരു കലാകാരൻ. സമൂഹത്തിൻ്റെ മുന്നിൽ സമൂഹത്തെ നയിച്ച് മുന്നിൽ നടക്കേണ്ടവനാണ് കലാകാരൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ ചെയ്യുന്ന കലാപ്രവർത്തനത്തിൽ ഏതൊരു വിഷയവും അയാൾക്ക് പറയാം, ഏതൊരു കാര്യവും കൈകാര്യം ചെയ്യാം. ഇപ്പം തന്നെ ആ കുടുംബാംഗം മറ്റു കുടുംബാംഗങ്ങളെ വെട്ടിക്കൊന്നത് തന്നെ ഒരു കഥയാക്കിയോ ഒരു സിനിമയാക്കിയോ മാറ്റാം. പക്ഷേ ക്യാമറ എവിടെ വെക്കണം, എങ്ങനെയൊക്കെ അത് ചിത്രീകരിക്കണം എന്നുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തത്തിൽ വേണം അത് ആ വിഷയം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഈ വിഷയം തന്നെ പണ്ടൊരു സിനിമയായിട്ട് വന്നിട്ടുണ്ട്. KG ജോർജിൻ്റെ ഇരകൾ എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാർ നമ്മുടെ മന്ത്രി ഗണേശ് ചേട്ടനായിരുന്നു ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. വേൾഡ് ക്ലാസിക് മൂവിയാണ് ഇരകൾ. ഓരോ മനുഷ്യരെയും ഒരു കുടുംബാംഗം രക്ഷപ്പെടുത്തുക എന്നുള്ള അയാൾ കൊന്ന് അച്ഛനെയും അമ്മേനെയും ഒക്കെ രക്ഷപ്പെടുത്തുന്നതാണ് ആ സിനിമയുടെ കഥ. പക്ഷെ ഒരു സ്ഥലത്തും ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയലൻസ് കൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മറിച്ച് നമുക്ക് ഈ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുക. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, എന്താണ് അതിനുള്ള കാരണം എന്നുള്ള രീതിയിലാണ് ക്യാമറ കൈകാര്യം. ഈ സംഭവം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് സിനിമയായിട്ട് വന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ 2 പെൺകുട്ടികൾ താനൂരിൽ നിന്ന് ബോംബെയിലേക്ക് ഓടിപ്പോയി. കുട്ടികളെ നമ്മൾ കണ്ടെത്തി, നല്ല കാര്യം. അത് വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത സിനിമയാണ് ദേശാടനക്കിന് കരാറില്ല. ഇത് ഈ 2 കുട്ടികൾ പോകുന്നതാണ്. ഇങ്ങനെ ടൂറിന് പോയ സമയത്ത് വരുന്ന സ്കിപ്പ് ചെയ്യുന്ന 2 കുട്ടികളാണ്. ഇവരാണ് പ്രതിഭകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഏത് വിഷയവും നിങ്ങൾക്ക് ചർച്ച ചെയ്യാം, ഏത് വിഷയവും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. പക്ഷെ അത് എങ്ങനെ പറയണം, ഉത്തരവാദിത്തത്തോടു കൂടി പറയണം. നമ്മൾ അവിടെയാണ് ഒരു കലാകാരൻ്റെ ഉത്തരവാദിത്തം എന്താണെന്നുള്ളത് അതുകൊണ്ടാണ് KG ജോർജ് സാറിനെയും പപ്പേട്ടനെയൊക്കെ ഓർമ്മിച്ചെടുത്ത് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സിനിമ അത് ഏത് കഥയും പറയാം, അത് നമ്മൾ പറയേണ്ട രീതി അല്ലേ? പറയേണ്ട രീതി വളരെ പ്രധാനമാണ്. അത് ഒരു മാസ് ഓഡിയൻസിൻ്റെ മുന്നിലേക്കാണ് ഈ സാധനം വരുന്നത്. ഇത്ര ജനകീയമായൊരു കല തൽക്കാലം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. തൽക്കാലം വേറെ ഒന്നുമില്ല കലാരൂപം. വേറെ കുറേ മാധ്യമങ്ങൾ പല രീതിയിലും വന്നു ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ കലാരൂപം എന്നതിൽ സിനിമയ്ക്ക് ഇപ്പോഴും വലിയ പ്രസക്തിയുണ്ട്. ആ പ്രസക്തി നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം അതിനെ കാണാൻ. അങ്ങനെ കണ്ടിട്ട് വേണം നമ്മൾ വിഷയങ്ങൾ എന്തും കൈകാര്യം ചെയ്യാം, ഏതൊരു വിഷയം. അതിൽ യാതൊരു നിബന്ധനകളുടെ ആവശ്യമില്ല. പക്ഷെ അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ പറയണം എന്നുള്ളത് വളരെയധികം ഉത്തരവാദിത്തത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പം നമ്മുടെ ദൃശ്യം മൂവി ഇറങ്ങിയതിന് ശേഷം നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ഇതുപോലെ ബിൽഡിങ്ങിന് അടിയിൽ കുഴിച്ചിട്ടിട്ടുള്ളത് കാണുമ്പോഴേക്ക് ആളുകൾ ദൃശ്യം എന്ന് പറഞ്ഞിട്ടൊക്കെ കമൻ്റ് ഇടാറുണ്ട്. പക്ഷെ എന്നിട്ടും ദൃശ്യം 2 വന്നു, ഇപ്പം ദൃശ്യം 3 അനൗൺസ് ചെയ്തു. അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് എന്നാൽ ആളുകൾ അങ്ങനെ ഒരു കാര്യം എടുത്ത് പറയുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അത് ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ്. ഇപ്പോൾ ജിത്തു ജോസഫ് എന്ന സംവിധായകൻ വളരെ ക്രിയേറ്റർ അത് ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു കൊലപാതകം നടത്തി അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു പ്ലോട്ടാണ് പറയുന്നതെങ്കിൽ പോലും അതിവിദഗ്ധമായിട്ട് മറ്റൊരാൾക്ക് ഇത് ചെയ്യാൻ പറ്റാത്ത രീതി അങ്ങനെയാണ് ആ സിനിമ പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ ഒരു വൃത്തികെട്ട രീതിയിൽ കുറേ ചോര വിളമ്പി ഒളിപ്പിച്ചിട്ടല്ല. പലപ്പോഴും ആ സിനിമയിലേക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ബോഡി പോലും കാണിക്കുന്നില്ല. പശുവിൻ്റെ ബോഡി മാത്രമേ കാണിക്കുന്നുള്ളൂ, അല്ലേ? അതാണ് പറയുന്നത്. അതാണ് കലാകാരൻ എന്ന് പറയുന്നത്. ആ കുട്ടി അടിച്ച് കൊല്ലപ്പെടുന്ന സമയത്ത് പോലും ഒരു വൃത്തികെട്ട ഷോട്ട് അതിലില്ല. ഇല്ല.
അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. നമുക്ക് എല്ലാം കഴിഞ്ഞ് ലാലേട്ടൻ ഒറ്റയ്ക്ക് നടന്ന ഒരു കൈക്കോട്ടുമായിട്ട് നടന്നു വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. അതന്നെ 3-4 കട്ടായിട്ട് ഇങ്ങനെ പോകുന്ന സമയം ഇതിൻ്റെ ഉള്ളിലാണല്ലോ എന്നറിയുന്നത്. അല്ലാതെ വേറെ ഒരു തരത്തിലും അതിനെ അതാണ് എങ്ങനെ ചിത്രീകരിക്കണം നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള ന്യൂസൊക്കെ കാണുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഇതേപോലെ 2K കിഡ്സിനെ ഒരുപാട് ട്രോളുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്ക് മൊത്തം എല്ലാ 2K കിഡ്സിനെ ഒരുപോലെ പറയുന്ന സമയത്ത് അത് മോശമായിട്ട് തോന്നിയിട്ടുണ്ടോ? മോശം തന്നെയാണ്. അത് എന്താ അങ്ങനെ പറയണതേ മണ്ടത്തരമാണ്. ഒരു ജനറേഷനെ മൊത്തം 2-3 ഇൻസിഡൻസ് വെച്ച് ജഡ്ജ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എത്രയോ നല്ല കാര്യങ്ങളൊന്നും നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം വെച്ചിട്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ജനറേഷൻ എന്നാരും പറയുന്നില്ലല്ലോ. ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും നടക്കും എന്നും പറഞ്ഞിട്ട് ആ ഒരു 2K ജനറേഷനെ ഇതാണ് ഒരു ഉപയോഗമില്ല, ബുദ്ധിയില്ലാത്ത എന്നൊക്കെ പറയണതിൽ ഒരു അർത്ഥമില്ലെന്ന് ഞാൻ പറയുള്ളൂ. ആ ഒരു ജനറേഷനെ കംപ്ലീറ്റ്ലി കോർണറൈസ് ചെയ്യുന്നതായിട്ട് ചേട്ടന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് എല്ലാ കാലത്തും ഇങ്ങനെ പറയും. ഓരോ പുതിയതിനെ എപ്പോഴും തള്ളിപ്പറയുക എന്നുള്ളത് പഴയ ഒരാൾ വയസ്സായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. നിങ്ങൾക്ക് വയസ്സായി നിങ്ങൾ സ്വയം മനസ്സിലാണ്ടാവുക. നിങ്ങൾ പുതിയ തലമുറേനെ കുറ്റം പറയാൻ തുടങ്ങുന്നുണ്ടോ എന്നുള്ളതാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക നിങ്ങൾക്ക് പ്രായമായിട്ടോ മൂലയ്ക്കലിരിക്കാനുള്ള സമയമായി എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. അല്ലാതെ ശരീരത്തിൽ വരുന്ന പ്രായ വ്യത്യാസമല്ല ഒരു മനുഷ്യൻ്റെ വയസ്സെന്ന് പറയുന്നത്. ഇത്തരം വയസ്സുകൾ സംഭവിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതെല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. ഇപ്പം ഹിറ്റ്ലർ ജീവിച്ചിരുന്ന കാലത്തിൽ നമ്മളുണ്ടായിരുന്നു ഇല്ല. അപ്പം ആ തലമുറേനെ മുഴുവൻ നമുക്ക് കണ്ട് തള്ളി പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ എത്രയധികം യുദ്ധങ്ങൾ കണ്ട സ്ഥലമാണ് നമ്മളെ നാട് അല്ലേ? അപ്പോൾ ആ ഒരു എന്താ അതിരൂക്ഷമായ വർണ്ണവിവേചനങ്ങളും ജാതിമത പ്രശ്നങ്ങളും ഒക്കെ നടന്ന സ്ഥലമാണ് ഇവിടെ. അവിടെ നിന്നൊക്കെ മാറി എത്രയോ അത് നമ്മളെ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായിട്ടല്ലേ സംഭവിച്ചത്. ഒന്നല്ലാതെ ഒരു 80കളുടെ തലമുറയും 70കളുടെ തലമുറയും നല്ലതും അത് കഴിഞ്ഞ് ശേഷം വരുന്നവരൊക്കെ മോശക്കാരും എന്നൊക്കെ പറയുന്നത് ഒരു ജാതി വൃത്തിയുടെ കൺസെപ്റ്റാണ്. അതിലൊന്നും അർത്ഥമില്ല. അതൊക്കെ ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതേപോലെ ആ സമയത്തൊക്കെ ഇപ്പം ചേട്ടൻ പറഞ്ഞായിരുന്നല്ലോ എല്ലാ തലമുറയും കുറ്റം പറയാറുണ്ടെന്ന്. ചേട്ടൻ്റെ തലമുറയിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ ഇതേപോലെ കോർണറൈസ് ചെയ്തുപെട്ട ആ ഒരു കുറ്റം എന്തായിരുന്നു? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അതിപ്പം പൊതുവേ നമ്മളെക്കാളും മുതിർന്ന ആൾക്കാർക്ക് അല്ലെ ഇപ്പോൾ കോളേജ് പഠിക്കുമ്പോൾ തന്നെ പറയും ഞങ്ങളെ കാലഘട്ടത്തായിരുന്നു കോളേജൊക്കെ അടിപൊളി. അതൊക്കെ എല്ലാ പ്രാവശ്യം പറയുന്നതാണ്. അതിനൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ടതാണ് അഭിപ്രായം. ഇല്ല, അങ്ങനെ പറയില്ല. നമ്മൾ ഞങ്ങൾ പഠിക്കുമ്പോൾ എന്തേലും കോളേജ് ഇപ്പം അത് ഇവർക്ക് പറയാത്തതുകൊണ്ടാണ്. ഇപ്പോഴത്തെ എന്താണെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അത് പൊതുവെയുള്ള ടോക്കാണ്, എല്ലാവരും പറയുന്നത്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞാനും പറയുന്നുണ്ടാവാം അതിനെ പറ്റിയിട്ട്. ഇല്ലേ, ഏറ്റവും പുതിയ കാലത്ത് ജനിക്കാൻ പറ്റാത്ത പോയാലാണ് സങ്കടം. നമ്മളെ യൗവനൊന്നും ഈ സമയത്ത് കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ് നമ്മളെ സങ്കടം. എൻ്റെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഇർഷാദിക്കയും റോണി ചേട്ടനും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴും ക്യാമറ എത്തിച്ചേരാത്ത സ്ഥലങ്ങളിൽ വർണ്ണവിവേചനവും വർഗീയതയും ഒക്കെ ഡയറക്റ്റായിട്ട് പറയുന്ന അല്ലെങ്കിൽ പോലും ചിലപ്പോൾ കോമഡി ആയിട്ട് പോലും പറയുന്നുണ്ടെന്ന്. ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും സാക്ഷ്യം വെച്ചിട്ടുണ്ടോ? അത് നമ്മൾ സാധാരണ ജീവിതത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇല്ലയെന്ന് പറയുന്നത് വെറുതെ തെറ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും പക്ഷേ ഈ പറഞ്ഞ പോലെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ പണ്ട് നടന്ന അതേ രീതിയിലല്ല, ഒരേ പന്തിയിൽ ഇരിക്കായ്മയല്ലെന്നുള്ളത്. ഒരേ പന്തിയിൽ ഇരുന്നു കൊണ്ട് തന്നെ എങ്ങനെ മറ്റൊരാളെ ഇകഴ്ത്താം എന്നുള്ള ചിന്താഗതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ സാധനമൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതിങ്ങനെ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഡിസൈനിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ കിടക്കുന്നുണ്ട് അതൊക്കെ. അപ്പോൾ നമ്മൾ തമാശ രൂപേണയാലും ഈ ഫ്രണ്ട് സർക്കിളിനിടയിൽ ഈ പറയുന്ന പോലെ ബോഡി ഷെയ്മിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് നടക്കുന്നുണ്ട്. അത് നടക്കുന്നതിന് കുറച്ചൊരു കുറവ് വന്നത് ഈ പുതിയ കുട്ടികൾ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ്, തുറന്നു പറയാൻ തുടങ്ങിയതുകൊണ്ടാണ്. ഇപ്പോൾ സിനിമയിൽ തന്നെ പ്രശ്നങ്ങൾ നമുക്ക് അറിഞ്ഞൂടെ, ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പുതിയ കുട്ടികൾ ഇപ്പോൾ പാർവതിയെ പോലെയുള്ള പാർവതി തിരുവോത്തിലേക്ക് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അവരെ പോലെയുള്ള പുതിയ കുട്ടികൾ കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ പഴയ സ്ത്രീകൾക്കും കൂടി ഇപ്പോൾ കുറേ കാര്യങ്ങൾ മെച്ചപ്പെട്ടു തുടങ്ങിയത് അങ്ങനെയാണ്. സിനിമയിലെ ഒരു വിഷയം പറയുകയാണെങ്കിൽ അതേ സമയത്ത് പുറം ലോകത്തും അങ്ങനെ പുതിയ കുട്ടികൾ പലതും ഓപ്പണായിട്ട് പറയാൻ തുടങ്ങി. അല്ല അവിടെ എങ്ങനെയാണ് സംഭവിച്ചത് ഇതിലേക്ക് വരുന്നു, അങ്ങനെ വരുന്നു. അപ്പം ഇത്തരം ആളുകളൊക്കെ ഒന്ന് പിന്നോട്ട് പോകാൻ തുടങ്ങി. മറ്റേ കുറച്ച് ശ്രദ്ധിച്ച് കളിച്ചിട്ടില്ലെങ്കിൽ വിവരം അറിയും എന്നുള്ള സ്ഥലത്തേക്ക് കാര്യങ്ങൾ പോയി തുടങ്ങി. ഇപ്പൊ പാർവതിയുടെ കാര്യം പറഞ്ഞ പോലെ തുറന്ന് അങ്ങനെ പറയുന്നവരെ മാറ്റി നിർത്തുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. എല്ലാ കാലത്തും ഉണ്ടാവുമല്ലോ. ഈ തുറന്നു പറയുന്നവർ ആദ്യം പറയുന്നവർ ഇരയാക്കപ്പെടും. അതെല്ലാം അതങ്ങനെയാണ് സംഭവിക്കുക. ഇപ്പം നമ്മൾ ഗാന്ധി മഹാത്മാവായത് അദ്ദേഹത്തെ മരണശേഷമല്ലേ?
അന്ന് നമുക്ക് മഹാത്മാവായി മാറിയത് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ. അതായത് വെടിവെച്ച് കൊല്ലുകളിലും ഉണ്ടായത്. അപ്പോൾ അത് ജീവിച്ചിരിക്കുമ്പോൾ ആരാണോ മുൻകൈ എടുക്കുന്നത്, ഒരു കാര്യത്തിന് നേതൃത്വം കൊടുക്കുന്നത്, അവർ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. സ്വാഭാവികം സംഭവിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഞാൻ ചേട്ടനൊരു ഡബിൾ മീനിങ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പോസ്റ്റ് ഇടുന്നതും കണ്ടു. അപ്പോൾ ഇതേപോലെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഡബിൾ മീനിങ് ജോക്സ് അതൊക്കെ കേട്ടിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അപ്പം തന്നെ അതൊക്കെ എതിർത്തിട്ടുണ്ടോ? ഞാനത് അപ്പോൾ തന്നെ തീരെ ഇതാക്കാറില്ല, അതിനെ പരിഗണിക്കാറേ ഇല്ല. അത്തരം വർത്തമാനങ്ങൾ പറയുന്നത് പണ്ട് മുതലേ ഇല്ല, ഇതിപ്പോഴും ഉണ്ടായ സംഭവമൊന്നുമല്ല. ഇതൊക്കെ നാടക പഠനത്തിന്റെ ഭാഗമായി നമുക്ക് കിട്ടിയ ഗുണങ്ങളാണ്. ഈ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങളെ കളിയാക്കുക, നിറവ്യത്യാസങ്ങളെ കളിയാക്കുക, ഇതൊന്നും അറിയാതെ പോലും സംഭവിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. എന്നാലും ചിലപ്പോൾ മനുഷ്യനെ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയിട്ടൊന്നും എനിക്കറിയില്ല. എന്നാലും വളരെ ബോധപൂർവ്വം ഒന്നും വരാത്ത രീതിയിൽ തന്നെയാണ് പോവാറ്. അപ്പം ഈ ദാസേട്ടൻ്റെ സൈക്കിളിൽ ഒരു മൂവി വന്നപ്പോൾ തന്നെ ചേട്ടൻ നിർമ്മാണത്തിലേക്ക് തിരിയാം എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്തത് എന്തുകൊണ്ടാണ്? അത് അഖിൽ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് രസമുള്ള ചിന്തകളുമായിട്ട്, വലിയ സിനിമാ കഥകളുമായിട്ട് വരുന്ന ആളല്ല. സിനിമാ കഥകൾ ഇങ്ങനെ എന്നും കേൾക്കുന്ന, മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ വന്ന് പറയാറുണ്ട്. ഒരു പ്രത്യേക സമയത്ത് ഒരു പുതിയ കഥാപാത്രം എൻട്രി ചെയ്യുന്നു, അതിൻ്റെ ഇൻ്റർവെൽ പഞ്ച്, ഇങ്ങനെയൊക്കെയുള്ള കുറേ സിനിമാറ്റിക് വേർഡ്സിലൂടെ തന്നെ പോകുന്ന കഥകളുണ്ട്. ആ കഥകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ചില ചിന്തകളാണ് പങ്കുവെക്കാറ് എപ്പോഴും വന്നിട്ട്. ആ ചിന്തകൾ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഇതിന് പ്രധാന കാരണം, ഞാൻ പഠിച്ചത് ഗുരുകുല വിദ്യാഭ്യാസപ്രകാരം നമ്മുടെ ജയപ്രകാശ് കുളൂർ സാറിൻ്റെ കീഴിലാണ് ഞാൻ നാടകമൊക്കെ പഠിച്ചത്. അപ്പം അദ്ദേഹം ഏറ്റവും പ്രാദേശികമായിട്ട് ഇങ്ങനെ ലോകോത്തരമാക്കാം വിഷയങ്ങളെ എന്നുള്ള ഒരു രീതി എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറയുമ്പോൾ, ലളിതമായിട്ട് പറയുമ്പോഴേ വലിയ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ, വലിയ സത്യങ്ങൾ പറയാൻ പറ്റുള്ളൂ എന്നുള്ള. അപ്പോൾ അഖിലിൻ്റെ അടുത്ത് എവിടെ നിന്നോന്ന് അറിയില്ല, അഖിലിന് ഇത്തരം ഒരു തോട്ട് കൈ വന്നതുകൊണ്ട് തന്നെ അഖിലുമായിട്ടുള്ള എൻ്റെ സംവേദനം വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഖിലിൻ്റെ ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചാൽ എൻ്റെ ഒരു സിനിമ ഞാൻ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സിനിമ തന്നെ ആണല്ലോ ഇത് എന്നുള്ള എൻ്റെ ഭാഗം കൂടിയായിട്ട്, അതിൻ്റെ പ്രൊഡ്യൂസറും കൂടി നിർമ്മാതാവും കൂടിയായി മാറുന്നത്. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ അതപ്പോൾ ഈ ഒരു ഇതിൽ ചേട്ടൻ ചിന്തിച്ചിട്ടേ ഇല്ല? സാമ്പത്തികമായ നേട്ടങ്ങൾ ആഗ്രഹിക്കാതിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ, കള്ളത്തരമായിരിക്കും. അപ്പം നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റേത്, ഇപ്പം ഞാൻ മറ്റൊരു സിനിമകളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഞങ്ങളുടെ സിനിമ ചെറിയ സിനിമയാണ്. അതിൻ്റെ മുടക്കുമുതൽ എന്ന് പറയുന്നത് മറ്റ് സിനിമകളെ തട്ടിച്ചു നോക്കും. പക്ഷേ ഈ മുടക്കുമുതൽ ഞങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു മുടക്കുമുതലാണ്, മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ എങ്ങനെ പറയണം എന്നുള്ളതിന് വ്യക്തമായ ധാരണ ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുമ്പോൾ തന്നെ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണം ഒക്കെ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക ലാഭവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേ സമയത്ത് സാമ്പത്തിക ലാഭത്തോടൊപ്പം തന്നെ ഈ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ആ ഒരു പോയിന്റിൽ തന്നെയാണോ ഈ പറയുന്ന പോലെ ആഡംബര കാറുകൾ ഒരുപാട് വരുന്നിടത്ത് ദാസേട്ടൻ തൻ്റെ സൈക്കിളും പാർക്ക് ചെയ്യാൻ തുടങ്ങി? ആ ഒരു ചിന്ത അങ്ങനെ കോടികളുടെ മൂല്യമുള്ള ആഡംബര വണ്ടികൾ പാർക്കിന്റെ ഇടയിൽ ദാസേട്ടൻ അഭിമാനത്തോടെ ഈ സൈക്കിൾ പാർക്ക് ചെയ്യുന്നു. കാരണം ദാസേട്ടന്റെ വണ്ടിയാണ്, സ്വന്തം സഹചാരിയാണ് ആ സൈക്കിൾ. അതേ സമയത്ത് ഇറ്റ്സ് നോട്ട് എ ബൈസിക്കിൾ ബട്ട് ദ സൈക്കിൾ എന്നാണ് ഇതിന്റെ ക്യാപ്ഷൻ. അയാളുടെ ഒരു ജീവിതചക്രം കൂടിയാണ്, അല്ലാതെ വെറും ഒരു ബൈസിക്കിൾ അല്ല അത്. അയാളുടെ ഒരു ജീവിതചക്രം കൂടിയാണ്. ആ ജീവിതചക്രത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ് ദാസേട്ടൻ നിങ്ങൾ എല്ലാവർക്കും നല്ല പരിചയമുള്ള ആളാണ്. പക്ഷേ അയാൾക്ക് പിന്നിൽ ഇങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ അതിശയപ്പെടുന്നൊരു മുഹൂർത്തം നമുക്കൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരാൾ, ആ ഒരു പ്ലോട്ട്, അങ്ങനെ ഒരു സ്ഥലം. പിന്നെ ഈ ഒരു കുറച്ച് മുൻപേ ഞങ്ങൾ വലിയ പ്രൊഡ്യൂസേഴ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ സിനിമ ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പോഴാണ് ഞങ്ങൾക്കിത് റിലീസ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്യാതെ തന്നെ ഇത് റിലീസ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് വളരെ നല്ല സമയമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. കാരണം ഈ സിനിമ സംസാരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയ്ക്ക് കൂടുതൽ പ്രസക്തിയുള്ളൊരു സമയത്ത് തന്നെയാണ് ഇത് റിലീസ് ചെയ്യുന്നത്. അത് അവിചാരിതമായിട്ട് സംഭവിച്ചതാണത്. ഇപ്പോൾ ഒരു 6 മാസം മുന്നെയാണ് ഇങ്ങനെയായിരിക്കില്ല ഇത്. ഞാനും അഖിലിനോട് പറയും ചെയ്തു, വിചാരിക്കാതെ ആണെങ്കിൽ പോലും ഇത് ഭയങ്കര പ്ലാൻ ചെയ്ത പോലെ തന്നെയാണല്ലോ ഇത് വരുന്നത് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണല്ലോ ഈ ലഹരി ഉപയോഗം. അപ്പോൾ ഈ നമുക്ക് ജനറേഷൻ മാറുന്തോറും ലഹരി ഉപയോഗവും കൂടുതലായിട്ട് ഉണ്ടാവുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ലഹരി ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു ജനറേഷൻ്റെ മാത്രം വിഷയമല്ല, അത് വലിയൊരു വിപണിയാണല്ലോ. അതിൻ്റെ പിന്നിൽ വലിയ വലിയ തോക്കുകളാണുള്ളത്. അല്ലാതെ ഒരു കുറച്ച് കുട്ടികൾ
ഇത് പാക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് നടക്കുന്ന സാധനം മാത്രമല്ല, ഇത് എങ്ങനെ ഒരു ആളുകളിലേക്ക് ഇത്ര അധികം ആളുകളെ മാർക്കറ്റ് ചെയ്ത് അവരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വിപണി സാധ്യത മനസ്സിലാക്കിയിട്ട് ഒരു ഗ്രൂപ്പ് ചെയ്യുന്നൊരു പരിപാടിയുള്ളൂ. ആ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളെ നിർത്താതെ എങ്ങനെ ഇതിനെ നേരിടും, നമ്മൾ എങ്ങനെ നേരിടും? അപ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സർക്കാരിനും മറ്റുള്ള സംവിധാനങ്ങൾക്കും ഒക്കെ എന്നോടൊപ്പം നമുക്ക് ചേർന്ന് പ്രവർത്തിക്കാം. അതായിരിക്കും ഏറ്റവും. അപ്പോൾ നമ്മളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലെ ആ ഒരു സ്ഥലത്ത് നമ്മൾ പ്രത്യേകിച്ച് ഈ രാസലഹരി എന്ന് പറയുന്ന ഈ വിഭാഗത്തെ, അതല്ലാതെ ഇപ്പം നിങ്ങളൊരു സിഗരറ്റിൻ്റെയോ മദ്യത്തിൻ്റെയോ എല്ലാം കൂടി ഒന്നിച്ചിട്ട് പെടുത്തിയിട്ട് കാര്യമില്ല. അതുപോലെയല്ല ഇത് വളരെ ഭീകരമായ സംഭവങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ ഇതൊക്കെ ഇതിനെ പറ്റിയൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ട്.